We are all here for a reason or a purpose. Seek that out. Stop being a prisoner of your past. Instead, be an architect of your future. You're on the Happiness Project, and this is me, Dhanya. Our most important little corner on this planet is our home, and an architect gives it the form. The relevance of an architect in our society grows manifold as we grow environmentally sensitive and aware. Let's welcome ace architect Niranjan Sharma onto the Happiness Project. Welcome to the Happiness Project, Niranjan. ആദ്യത്തെ ആർക്കിടെക്റ്റ് ആണ് നമ്മുടെ ഷോയിൽ. നിരഞ്ജൻ, നമ്മുടെ വീടും നമ്മുടെ ആർക്കിടെക്ചറും നമ്മുടെ മാനസിക ഒരു മെൻ്റൽ വെൽബീയിങ്ങും മെൻ്റൽ ഹെൽത്തും തമ്മിൽ എന്താണ് ബന്ധം കാണുന്നത് ആസ് എൻ ആർക്കിടെക്ട്? നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലമാണ്, വളരെ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന, ഓഫീസും ബാക്കി സ്കൂളും എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലമാണ് വീടെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ക്യാരക്ടറിനെ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്സിനെ കൺട്രോൾ ചെയ്യാനും അതിനെ എൻകോമ്പസ് ചെയ്യുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് വീട് തന്നെയാണ്. ഏറ്റവും പവറുള്ളൊരു സാധനം വീട് തന്നെയാണ്. പിന്നെ അതിനകത്ത് വേറെ ക്വസ്റ്റ്യൻ ഇല്ല. കഴിഞ്ഞ ഒരു 10-20 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വരുന്ന ഏറ്റവും വലിയ മാറ്റങ്ങൾ എന്താണ്? ആൻഡ് ആർ ദേ ഓൾ പോസിറ്റീവ്? ആൾക്കാരുടെ ഐഡിയ, ഒരു വീടിനെ പറ്റിയുള്ള ഐഡിയ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ഇനീഷ്യലി നമ്മൾ ആൾക്കാർ വീട് വെക്കുമ്പോൾ ഒരു ട്രഡീഷണൽ വേ ഓഫ് ബിൽഡിങ്, കൂടുതൽ ആൾക്കാർ മേശരിമാരെയും അവരൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു സാധാരണ വീട് അല്ലെങ്കിൽ ചെയ്യുന്നത് ചിലപ്പോൾ മറ്റേ പഴയ വീടുകൾ കണ്ടിട്ട് കോപ്പി ചെയ്യുന്ന ഒരു സിസ്റ്റം. പിന്നെ പതുക്കെ ആൾക്കാർ പുറത്തേക്കൊക്കെ പോയി തുടങ്ങിയപ്പോഴത്തേക്കും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ബേസിക്കലി സ്പേസിനെ പറ്റിയുള്ള കോൺസെപ്റ്റൊക്കെ തന്നെ മാറി. ഒരുപാട് കാര്യങ്ങൾ, അതായത് ഈവൻ ലൈറ്റിൻ്റെ ഐഡിയ മാറി. ഇപ്പം പണ്ടൊക്കെ ആൾക്കാർ പഴയ വീടുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് കയറുമ്പോഴൊരു തണുപ്പും ഇരുട്ടും ഒക്കെയാണ് വെൽക്കമിങ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഇത് പക്ഷേ ആൾക്കാർ വരുമ്പോൾ ആദ്യമേ പറയുന്നത് എനിക്ക് നല്ല വെളിച്ചവും വെന്റിലേഷനും വേണം, അങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. നല്ല വെളിച്ചം വേണം. അപ്പോൾ ശരിക്കും അത് നമ്മുടെ ഇന്ത്യൻ ഐഡിയ ആണോ, നമ്മുടെ ഐഡിയ ആയിരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ അല്ല, അത് മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഗ്ലോബലൈസേഷൻ്റെ പാർട്ടായിട്ട്. പക്ഷെ ആൾക്കാരത് നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്യണമുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ക്ലൈമാറ്റിക് റീജിയൻ വേറെയാണ്. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ AC വെച്ചിട്ടേ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ചൂടും അതുപോലെ വരും, ലൈറ്റും വെന്റിലേഷൻ്റെ കൂടെ ചൂടും അതുപോലെ വരും. അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസ് അറിയണം. ഈ ഇടയ്ക്ക് ചെയ്ത പ്രോജക്റ്റിൽ ഒത്തിരി ചാലഞ്ചിങ്ങോ അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അത് എന്തായിരുന്നു? ആൻഡ് വൈ ഡു യു ഫീൽ സോ ഹാപ്പി അബൌട്ട് ഇറ്റ്? ഞാനിവിടെ അടുത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുതൽ ചെയ്യുന്ന കാണുമ്പോൾ ഈ ലോറി ബേക്കറും അതുപോലത്തെ അങ്ങനെയുള്ള ആൾക്കാർ ഇഷ്ടിക വെച്ച് ചെയ്യുന്നില്ല, അവരുടെ കൈൻഡ് ഓഫ് സർവീസ് ഓറിയന്റഡ് അല്ലെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് ലാംഗ്വേജ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അതൊക്കെ ഞാൻ കുറേ ഇഷ്ടപ്പെട്ട് ഇരുന്നതാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി മെയിൻ സ്ട്രീമിലോട്ട് തന്നെ വന്നു. പക്ഷെ ഇതിൻ്റെ അടുത്ത് നമ്മുടെ വളഞ്ഞമ്പലത്ത് തന്നെ ഒരു ചെറിയൊരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട്, എൻ്റെ ഭൂമി എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. അവരുടെ ഒരു മെയിൻ ഒരു ഗ്രൂപ്പിൻ്റെ കുറച്ച് ആൾക്കാരുടെ ഒരു ഗ്രൂപ്പായിരുന്നു. അവരുടെ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഐഡിയ. അപ്പോൾ അതിന് പറ്റുന്ന ഒരു സ്ട്രക്ചർ അവിടെ ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ പ്രൊബോണായിട്ടാണ് അത് വർക്ക് ചെയ്തത്. അപ്പം ബേസിക്കലി ഞാൻ ചെയ്തത് ബാംബു യൂസ് ചെയ്യാൻ പറഞ്ഞു ആസ് എ സസ്റ്റൈനബിൾ മെറ്റീരിയൽ. അപ്പം ഫസ്റ്റ് ടൈമാണ് ഞാൻ ബാംബുവിൽ വർക്ക് ചെയ്യുന്നത്. ദാറ്റ് വാസ് ചലഞ്ചിങ് ആസ് വെൽ ആസ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് വി കുഡ് ഡു ഇറ്റ് വെരി വെൽ. വലിയ കോസ്റ്റ് ഇത് ചെയ്ത് പോകാതെ തന്നെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഞാനൊരു അവാർഡ് കിട്ടി. ഇറ്റ് വാസ് വെരി സാറ്റിസ്ഫൈങ് വൺ. എനിക്ക് മനസ്സിലായില്ല, ബാംബു വെച്ചിട്ടാണ് വീടല്ല അത്. It's a public space. It's a public space. So you have a small. It's actually the main building is an open hall. Okay. And then you have a small vegetable vending kiosk on the another. Then you have a restaurant and all that. So these main two buildings were designed by me. Okay. And the rest of the things were added. So it's actually acting as a social space. You have old people coming there as a gathering. പിന്നെ റെസ്റ്റോറൻറ്റിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, രാവിലെ ആൾക്കാർ അവിടെ യോഗ ചെയ്യാൻ വരുന്നുണ്ട്, ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വെരി നൈസ്. അപ്പോൾ ഇറ്റ്സ് ആക്ച്വലി envisaged as a cocoon inside the city where you can spend some time peacefully in a greenery, ഒരു ഗ്രീൻ അറ്റ്മോസ്ഫിയറിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് വാസ് ദ ഐഡിയ. സോ ഇറ്റ് വർക്ക് വെരി വെൽ. എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് സസ്റ്റൈനബിൾ ലിവിങ് ആൻഡ് ഓൾ. ഇതിൽ എന്തൊക്കെ എലിമെൻറ്റ്സ് ആണ് ഫ്രം യുവർ പെർസ്പെക്റ്റീവ് ഒരു സസ്റ്റൈനബിൾ ലിവിങ് എന്ന കോൺസെപ്റ്റ് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് നമ്മളൊരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്പേസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിലെന്തൊക്കെ എലിമെൻറ്റ്സ് പ്രൈമർലി വുഡ് കം ടു യുവർ മൈൻഡ്? നമ്മൾ റിസോഴ്സസ് കുറയ്ക്കുക എന്നുള്ളത്, യൂസ് ചെയ്യുന്ന റിസോഴ്സസ് കുറയ്ക്കുക, വെറുതെ ആവശ്യമില്ലാതെ ഇത് ചെയ്യാണ്ടിരിക്കുക. പിന്നെ കംഫർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ആർക്കിടെക്ചറലി സ്പീക്കിംഗ്
ആർക്കിടെക്ചറലി ആണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ റിപ്ലൈ വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് വേണ്ടത് നമുക്ക് പാസീവായിട്ടുള്ളൊരു സിസ്റ്റമാണ് നമുക്കൊരു കംഫർട്ട് തരേണ്ടത്, അല്ലാതെ ആർട്ടിഫിഷ്യൽ മീൻസിലല്ല വരേണ്ടത്. അപ്പോൾ നമ്മൾ ഈ വേണ്ടാത്ത ലാംഗ്വേജ് അഡോപ്റ്റ് ചെയ്തിട്ട് സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫോഴ്സ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അവസാനം നമുക്ക് നമ്മുടെ മെയിൻ ഉദ്ദേശം മിസ് ചെയ്തു പോകും. അപ്പോൾ ബേസിക്കലി അവിടെ നിന്ന് തുടങ്ങും സസ്റ്റൈനബിലിറ്റി. ഭയങ്കരമായിട്ട് മഡ് വെച്ചൊക്കെ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ബട്ട് യു ക്യാൻ ഡു സം ബേസിക് തിങ്സ് വിച്ച് വിൽ ക്വാളിഫൈ ഇറ്റ് ആസ് എ സസ്റ്റൈനബിൾ ബിൽഡിംഗ്. ബിക്കോസ് യൂസ് ലെസ് റിസോഴ്സസ്, എന്താണെങ്കിലും വെള്ളമാണെങ്കിലും പവർ ആണെങ്കിലും, ഇഫ് യു ക്യാൻ ഡു നൈസ്ലി അറ്റ്ലീസ്റ്റ് മെയിൻറ്റെയിൻ ദോസ് തിങ്സ്, എനി നോർമൽ മാൻ ക്യാൻ ഡു എ സസ്റ്റൈനബിൾ ഹൗസ്. എനിവേ യു ആർ ബോൺ ഹിയർ, യു ഹാവ് ടു കൺസ്യൂം സർട്ടൻ തിങ്സ്, സോ മേക്ക് ഇറ്റ് മിനിമം. വാസ്തുശാസ്ത്രയുടെ എത്ര ഇൻഫ്ലുവൻസ് ഉണ്ട്? ഇപ്പോൾ പണ്ടത്തെ മാതിരി ഇപ്പോൾ ഒരു കുറച്ച് നാൾ മുമ്പ് വരെ എല്ലാവരും വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരു വാസ്തുശാസ്ത്രയുടെ ഒരു എക്സ്പേർട്ടിനെ വിളിച്ചാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുക. ഇന്നും അത് തന്നെയാണോ, അതോ ഇപ്പോൾ വാസ്തുശാസ്ത്രയ്ക്ക് റെലവൻസ് ഇത്തിരി കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ? റെലവൻസ് ഒന്നും കുറഞ്ഞിട്ടില്ല, ബിക്കോസ് ആക്ച്വലി ദ ഫിയർ ഈസ് ആക്ച്വലി മോർ നൗ, ഫിയർ ഓഫ് ദ അൺനോൺ. സോ ഇറ്റ്സ് അബൌട്ട് ഗെറ്റിംഗ് സം കംഫർട്ട് ഇൻ ദാറ്റ് സൈഡ്. സോ സംതിങ് ഷുഡ് നോട്ട് ഗോ റോങ് എന്നുള്ള രീതിയിൽ പീപ്പിൾ വിൽ ഗോ ഫോർ ദിസ്. ഒരു ഇത് സേഫ് ആയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ പാർട്ട് സേഫ് ആയല്ലോ. സോ നാച്ചുറലി പീപ്പിൾ ഫോൾ ഫോർ ഇറ്റ്, ആൻഡ് ഇറ്റ് ഇസ് ആക്ച്വലി ഇമോഷണൽ തിങ് മോർ ദാൻ എന്താ പറയുക ദൈവവിശ്വാസം എന്ന് പറയുന്നത്. റാഷണൽ എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ഐ ഡോണ്ട് നോ, ഐ എം നോട്ട് എൻ എക്സ്പെർട്ട് ടു സേ ദാറ്റ്. അതിനകത്തൊരു ഫുൾ റിസർച്ച് ഒന്നും ഇതുവരെ പോയിട്ടില്ല. അപ്പം തെറ്റാണോ ശരിയാണോ നമുക്കറിയില്ല. ഇറ്റ്സ് എൻ അൺനോൺ ഫാക്ടർ. പക്ഷേ വാസ്തുശാസ്ത്രയുടെ എന്ത് തരത്തിലുള്ള ചേഞ്ചസ് ഇൻകോപ്പറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്യാനാണ് സാധാരണ ക്ലയൻസ് പറയുക? രണ്ട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഒന്ന് അവരുടെ സ്വന്തം വിശ്വാസം, രണ്ടാമത് ഇതിലൊരു റീസെയിൽ പോയിന്റ് ആൾക്കാർ പറയാറുണ്ട്. ഇത് വിൽക്കാൻ പോകുമ്പോൾ വാസ്തുവിന്റെ മിസ്റ്റേക്ക് പറഞ്ഞ ആൾക്കാർ റേറ്റ് കുറയ്ക്കരുത്. അങ്ങനെ ഒരു പോയിന്റും കൂടെ ആൾക്കാർ പറയാറുണ്ട്. സോ രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. വീട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പ്രശ്നം ഉണ്ടാവരുതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം തന്നെയാണ് അവർ കൺസിഡർ ചെയ്യുന്നതനുസരിച്ച്. പക്ഷേ ഇതും കോംപ്രമൈസ് ചെയ്യാറില്ല ജനറലി. എന്ത് തരത്തിലൊരു റിക്വസ്റ്റ് ഡിമാൻഡ്സ് ആണോ സാധാരണ വരിക? വാസ്തുശാസ്ത്രയുടെ ഡിമാൻഡ്സ് അത് വേരി ചെയ്യും. ഇപ്പം ഞാനൊരു ചെറിയ കോഴ്സ് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റിന്റെ ഒരു വാസ്തുവിദ്യ ചെറിയ കോഴ്സ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബേസിക്കലി ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദിസ് ഇസ്, ജസ്റ്റ് ടു ഗെറ്റ് ദ ലൂപ്പ് ഹോൾസ് ഓർ ഗെറ്റ് ടു നോ വേർ ഐ കുഡ് നോട്ട്, ഐ മീൻ വേർ ഐ ഷുഡ് പുട്ട് മൈ keep my mind. Yeah. So that no one should overrule me. ഇങ്ങോട്ട് പഠിപ്പിക്കാൻ പറ്റരുത് എന്നുള്ള ഒരു ഇതിലാണ്. അപ്പം ഐ വിൽ സേ ദാറ്റ് ഐ നോ ബേസിക് വാസ്തു. നിങ്ങളുടെ റൂം അലൈൻമെന്റ് അല്ലെങ്കിൽ റൂം പൊസിഷൻസ് കറക്റ്റ് ആയിരിക്കും, അതിനകത്തൊന്നും പ്രശ്നം വരത്തില്ല. ബേസിക് മെഷർമെന്റ്സും മിക്കവാറും ഒക്കെ കറക്റ്റ് ആയിരിക്കും, അപ്പോൾ അതിനകത്ത് മിസ്റ്റേക്സ് വരത്തില്ല. പിന്നെ അതിനകത്ത് ഇതിനകത്ത് വാസ്തുവിൻ്റെ ഒരു ബേസിക് ഇപ്പോഴത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിനകത്ത് 100 ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഓരോരുത്തർക്ക് അവരവരുടെ രീതിയിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്തൊരു സ്ട്രക്ചർ വേറൊരു ആൾക്ക് വന്നിട്ട് എന്ത് വേണമെങ്കിലും പറയാം. ഞങ്ങൾ ആദ്യമേ തന്നെ പറയും, ഇഫ് യു വാസ്തു എന്ന് പറയുമ്പോൾ തന്നെ ബേസിക്കലി പറയാനുണ്ട്, വി കൺസിഡർ വാസ്തു ഇൻ എ ഡീസൻറ്റ് വേ. സോ ഇഫ് യു ആർ ഹാപ്പി വിത്ത് ഇറ്റ് ലെറ്റ്സ് ഗോ എന്ന് ആദ്യം തന്നെ പറയാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അതിനകത്ത് മാനിപ്പുലേഷൻ വന്നു കഴിഞ്ഞാൽ കുറേ ഞങ്ങൾ മാനേജ് നോക്കാറുണ്ട്. പിന്നെ ഒരുപാടായി കഴിയുമ്പോഴത്തേക്കും ഇറ്റ് ബിക്കംസ് വെരി ഡിഫിക്കൽട്ട്, ബിക്കോസ് മെനി ഓഫ് ദ തിങ്സ്, എൻ്റെ സ്ട്രക്ചറൽ അലൈൻമെൻറ്റ്, റൂഫിൻ്റെ ഷേപ്സ്, റൂമിൻ്റെ പ്രപ്പോർഷൻസ്, ഇതെല്ലാം മാറി കഴിയുമ്പോഴത്തേക്കും ഡിസൈൻ ചെയ്ത സാധനമായിരിക്കില്ല വാസ്തു കറക്റ്റായിട്ട് സാധനമായിട്ട് വരുന്നത്. അതുപോലെ നമ്മുടെ കാലാവസ്ഥയിൽ ചിലപ്പോൾ ചൂടായിരിക്കും, ചിലപ്പോൾ നല്ല തണുപ്പ്, ചിലപ്പോൾ മഴ. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സീസണൽ ചേഞ്ച് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കേരളത്തിൽ പ്രത്യേകിച്ച്. അപ്പോൾ നിരഞ്ജൻ, ഇതെങ്ങനെയാണ് ഒന്ന് ബാലൻസ് ഔട്ട് ചെയ്യുക? ഏത് മെറ്റീരിയൽ ആയിരിക്കും വുഡ് യു മോസ്റ്റ് റെക്കമെൻഡ് ഫോർ കൺസ്ട്രക്ടിങ് എ ഹൗസ്? നമ്മുടെ ഇറ്റ്സ് അബൌട്ട് ദ ഫോം. ഇറ്റ്സ് അബൌട്ട് ദ ഫോം മീൻസ് അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ മൊത്തത്തിലുള്ള ഷേപ്പ്. നമ്മുടെ ക്ലൈമറ്റിൽ നമുക്ക് വേണ്ടത് ഒരു ബഫറാണ്, ഒരു ക്ലൈമാറ്റിക് ബഫറാണ്. അപ്പം മഴ ഭയങ്കര റൊമാൻറ്റിക് ആണെന്നൊക്കെ കുറേ കാർട്ടൂൺസൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഇറ്റ്സ് നൈസ്, ബട്ട് ബിയോണ്ട് എ സർട്ടൻ പോയിന്റ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഓൾസോ. സോ വാട്ട് യു നീഡ് ഇസ് വെരി ഗുഡ് ഓവർ ഹാൻഡ്സ്. ബിൽഡിങ്ങിനെ ഡാമേജ് ചെയ്യാത്ത രീതിയിൽ റൂഫ് നന്നായിട്ട് സ്പ്രെഡ് ഔട്ട് ചെയ്യണം, വെള്ളം നന്നായിട്ട് ഒഴുകി പോകണം. ഈ കാര്യങ്ങളൊക്കെ കെയർ ചെയ്തിട്ട് വെന്റിലേഷൻ നന്നായിട്ട് വേണം. വെന്റിലേഷൻ നന്നായിട്ട് വേണ്ടത് ഇപ്പം ഓപ്പണിങ്സ് വലുതാവും, അപ്പോൾ ലൈറ്റ് അകത്തോട്ട് കയറും, അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യണം. പിന്നെ നമ്മുടെ ഇപ്പം കാലാവസ്ഥയിൽ ഇപ്പം ക്ലൈമറ്റ് മാത്രമല്ല, കൊതുക് പോലത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഡാമേജിങ് ആണ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യണം. പിന്നെ സിറ്റി വരുമ്പോഴത്തേക്കും യു ഹാവ് യുവർ നെയ്ബർഹുഡ്, ഹൗ ഡു യു മാനേജ് ദാറ്റ്? സോ ഓൾ ദീസ് തിങ്സ് കംസ് ഇൻ. ഇപ്പം ഈ റൂഫ് അങ്ങനെ ഒരുപാടൊന്നും കൊടുക്കാൻ പറ്റില്ല, ഒരു ലിമിറ്റിനെ പറ്റുള്ളൂ. ആൻഡ് യു കനോട്ട് ഓപ്പൺ യുവർ വിൻഡോ. ഹൗ വിൽ യു മാനേജ് ദാറ്റ്? ഇഫ് യു ഓപ്പൺ യുവർ വിൻഡോ യു വിൽ സീ ദ നെക്സ്റ്റ് മാൻസ് വിൻഡോ. അപ്പോൾ എന്ത് പറ്റും? അപ്പം യു വിൽ നാച്ചുറലി പുട്ട് ആൻ AC ഇൻസൈഡ്.
അപ്പോൾ അത് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് തിങ് ടു മാനേജ് ഇൻ എ സിറ്റി, സംതിങ് ഡിഫറെൻറ്റ് ഇൻ റൂറൽ ഏരിയാസ്. സോ ഇറ്റ്സ് എ കൈൻഡ് യു ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് യൂണിക് ടു ദാറ്റ് സൈറ്റ് ആൻഡ് ഡു ഇറ്റ്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു വീട്, സ്വന്തം വീട് എന്ന് പറയുന്ന ഒരു ഡ്രീമാണ്. അത് മനുഷ്യർ, പ്രത്യേകിച്ച് കേരളത്തിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, വെളിയിലൊക്കെ പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വർഷങ്ങളോളം കുടുംബങ്ങളിൽ നിന്ന് പിരിഞ്ഞു നിന്ന് അവരുണ്ടാക്കുന്ന ഒരു വീട് എന്ന് പറയുന്നത് അവരുടെ സ്വപ്നം, അവരുടെ ജീവിതം തന്നെയാണ്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? വെൻ പീപ്പിൾ അപ്രോച്ച് യു വിത്ത് ഈ ഒരു സ്വപ്നം, അതിനൊരു രൂപം കൊടുക്കാനാണല്ലോ വരിക, ആ ഒരു ഇമോഷണൽ എനർജി അത് കൺസിഡർ ചെയ്യാറുണ്ടോ? ഹൗ ഡു യു അപ്രോച്ച് പീപ്പിൾ ഹു കം ടു യു? പല രീതിയിൽ വരാറുണ്ട്. ചിലരും നൊസ്റ്റാൾജിക് ഐഡിയ വെച്ചിട്ട് വരാറുണ്ട്. പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് ആ ഒരു മെമ്മറീസ് വരുന്ന രീതിയിൽ വേണം, അങ്ങനെ ആയിരിക്കും പലരും വരുന്നത്. പിന്നെ ചിലർ ദേ ആർ സോ ഇംപ്രസ്ഡ് വിത്ത് ദ തിങ്സ് അബ്രോഡ്, ദേ ഡോണ്ട് വാണ്ട് ടു കോംപ്രമൈസ് ഓൺ ദാറ്റ്. അപ്പോൾ അത് വേണം എനിക്ക്, അങ്ങനത്തെ സാധനങ്ങൾ മതി. എനിക്ക് ഇങ്ങനെ യൂറോപ്യൻ സ്റ്റൈലുള്ള സാധനം വേണം, അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ. ഇറ്റ്സ് ആക്ച്വലി മോർ എന്താ പറയുന്നത്, ഇമ്പൾസീവ് ആണ്. ഇത് ഒരു ഫാസിനേഷനാണ്. കണ്ണഞ്ചി പോയി ഇങ്ങനെ ഒരു എന്താ ഫാൻസി വേൾഡിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഐ വോണ്ട് ദാറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ ആൾക്കാരുണ്ട്, അത് ദേ ജെന്യുവൻലി വോണ്ട് ടു ബിൽഡ് എ ഹൗസ് ഫോർ ദം. ഒരു വീട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഐ നീഡ് ടൈം ടു സ്പെൻഡ് വിത്ത് മൈ ഫാമിലി, നല്ല രീതിയിൽ ചെയ്യണം, അങ്ങനെ വരുന്ന ആൾക്കാർ, ജനറലി ആൾക്കാർ വളരെ കൂടുതലുണ്ട്. അപ്പോൾ ദേ വോണ്ട് എ കംഫർട്ടബിൾ ഹൗസ് വെൻ ദേ കം ബാക്ക്. ദേ വോണ്ട് ടു സ്പെൻഡ് ടൈം. റിസോർട്ടിൽ പോയിരിക്കാനല്ല അതേ വരുന്നത്, അവർ വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പം ഐ വിൽ ഹാവ് ടു കെയർ ഫോർ ദാറ്റ്. എനിത്തിങ് ദാറ്റ് യു ഹാവ് ക്രിയേറ്റഡ് വിച്ച് യു മേഡ് യു ശരിക്കും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു സ്പേസ്, ഒരു ഫാമിലിയുടെ ഒരു അവരുടെ സൈക്കോളജി, അവരുടെ ഇമോഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ചെയ്ത ഒരു സ്പേസിൽ വളരെ സന്തോഷം കിട്ടിയ എന്തെങ്കിലും ഇൻസ്റ്റൻസ് ഉണ്ടോ? നോർമലി ക്ലയൻസ് വീട് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ വിളിക്കാറുണ്ട്. പലരും, ചിലർ വിളിക്കാറില്ല, പക്ഷെ പലരും വിളിക്കാറുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എൻ്റെ അങ്കിളിൻ്റെ വീട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു ചേർത്തലയിൽ. അപ്പോൾ അങ്കിളുടെ അടുത്ത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, AC ഇല്ലാത്ത രീതിയിലായിരിക്കും ഞാൻ ചെയ്യുന്നത്, ഡോണ്ട് യൂസ് AC ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ചേർത്തല എന്ന് പറഞ്ഞാൽ വളരെ റൂറലായിട്ടുള്ള ഏരിയയാണ്, ഒരുപാട് ബിൽഡിങ്സ് ഒന്നുമില്ല. അപ്പം ഞങ്ങൾ ആദ്യമേ സ്കെപ്റ്റിക്കലായിരുന്നു, ACയുടെ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഫൈനലി ഇപ്പോൾ അങ്ങോട്ട് അടുത്ത് പറയും AC, ഞാൻ അങ്ങോട്ട് പറയും AC ഇടാതെ കിടന്നിറങ്ങി കഴിഞ്ഞാൽ യു വിൽ ഓൾവേസ് വേക്ക് അപ്പ് ഫ്രഷ്, നോട്ട് ലൈക്ക് AC സ്പേസ്. മൈഗ്രെയിൻ അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ടൈം മൈഗ്രെയിനും അത് ഇതൊക്കെ അപ്പോൾ പറയുന്നുണ്ട് AC യൂസ് ചെയ്യുന്നതിൻ്റെയാണ് ഈ പ്രശ്നം. അപ്പം അവരുടെ ബെഡ്റൂം ഡിസൈൻ ചെയ്തത് ഞാൻ അങ്ങനെയാണ്, AC യൂസ് ചെയ്യേണ്ടാത്ത രീതിയിൽ. അപ്പം റീസെൻ്റ്ലി അങ്കിൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ രാവിലെ ഫ്രഷ് 4 മണിയാകുമ്പോൾ ഫ്രഷ് ആയിട്ട് എണീക്കുന്നുണ്ട്, താങ്ക്സ് ടു യു എന്ന് പറഞ്ഞിട്ട്. അവിടെ പോകുമ്പോഴും എൻ്റെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ എല്ലായിടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. ആന്റിയുടെ മൈഗ്രെയിൻ മാറിയോ? ഷീ ഈസ് വെരി ഹാപ്പി. ഏകദേശം എത്ര വീടുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് സോഫ? ഡിസൈൻ ഒരു 10-100 ചെയ്തിട്ടുണ്ടാവും. 10-100. അപ്പൊ സ്വന്തം വീട് എങ്ങനെയാണ്, അതിലേതാണ്? ഇതുവരെ ഡിസൈൻ ചെയ്തിട്ടില്ല. ഐ എം സ്റ്റേയിങ് ഇൻ ആൻ അപ്പാർട്ട്മെന്റ് ആൻഡ് ടൈം ഹാസ് നോട്ട് യെറ്റ് കം. ഐ തിങ്ക് ഐ ഷുഡ് സേ, ഇത്ര നാളായിട്ട് സ്വന്തമായിട്ട് ഒരു വീടില്ല. സ്വന്തമായിട്ട് I bought an apartment. No. It's there. My parents' house is there. Not built in my own way. It was there and it is there. I'm happy there. ബട്ട് എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു വീട് എങ്ങനെ വേണമെന്നുള്ളതിനെ പറ്റി ഞാൻ ഇപ്പോഴും ഐഡിയ ഉണ്ടാക്കിയിട്ടില്ല. ഐ എം ഡൂയിങ് സോ മെനി ഹൗസസ്. ഇത്രയും നല്ലൊരു പ്രൊഫഷൻ വേറെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം യു ആർ ബിൽഡിങ് യുവർ ഐഡിയാസ്, യു ആർ തിങ്കിങ്, യു ആർ വിത്ത് സംബഡി എൽസസ് മണി. മൈ ഐഡിയ ഓഫ് house is a very compact house. It should have lots of എന്താ പറയുക, nature coming in, but keeping it at bay also. But വളരെ കോമ്പാക്റ്റ് ആയിട്ട് ഒരു ഹൈലി എനർജി എഫിഷ്യൻറ്റ്, ഹൈലി മെയിൻറ്റൈനബിൾ, ലെസ് മെയിൻ്റനൻസ് ഇൻറ്റൻസീവ് ഹൗസ് ആയിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ബട്ട് ഇറ്റ്സ് എവോൾവിങ്, ഇറ്റ്സ് നോട്ട് ദെയർ. എങ്ങനെയാണ് ഈ ജേർണി എങ്ങനെയാണ് തുടങ്ങിയത്? ആക്ച്വലി ഞാൻ ചെറുപ്പത്തിൽ കുറച്ച് വരയ്ക്കുകയൊക്കെ ചെയ്യായിരുന്നു. എൻ്റെ അങ്കിളാണ്, എൻ്റെ അച്ഛൻ്റെ അനിയനാണ് എന്നെ കോമ്പറ്റീഷൻസിനൊക്കെ കൊണ്ടുപോകും. പുള്ളി നന്നായിട്ട് വരയ്ക്കും. എനിക്ക് പറഞ്ഞു തരും. പുള്ളി ചിലപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് എന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രസൻ്റ് ഒക്കെ ചെയ്യും. നെയ്ബർഹുഡിൽ ചിലപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. ഹി വാസ് മൈ ഹീറോ അറ്റ് ദാറ്റ് ടൈം. നല്ലൊരു ഇതായിരുന്നു. അപ്പം ഹി ആക്ച്വലി put something in me, but I never knew what architecture was or what design was. ഈവൻ 10th ഒക്കെ എത്തുമ്പോഴും അറിയില്ല ആർക്കിടെക്ചർ എന്താണ്. ഈവൻ 12th എത്തുമ്പോഴും അറിയില്ല ആർക്കിടെക്ചർ എന്താണെന്ന്.
ഈവൻ ആർക്കിടെക്ചറിൽ ജോയിൻ ചെയ്യുന്ന മുമ്പത്തെ ദിവസമാണ് ഞാൻ അറിയുന്നത്. ആക്ച്വലി എനിക്ക് എന്താണെന്ന് അറിയുന്നത്. കാര്യം അന്ന് കോളേജിന്റെ ടി കെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു എക്സിബിഷൻ അന്ന് കൊല്ലത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് പക്ഷേ ആർക്കിടെക്ചർ മീൻസ് സംതിങ് റിലേറ്റഡ് ടു ഡിസൈൻ, സംതിങ് റിലേറ്റഡ് ടു ഡിസൈൻ ഇൻ ദ സെൻസ് ലൈക്ക് യു ക്യാൻ ഡു സംതിങ്, യു ക്യാൻ ഫിസിക്കലി ഡു സംതിങ്, യു ഹാവ് ക്രാഫ്റ്റിന് അതിനകത്ത് റോളുണ്ട്, ആർട്ടിന് അതിനകത്ത് റോളുണ്ട്. അത്രയ്ക്ക് എനിക്ക് അറിയുള്ളൂ. എന്താണ് ബിൽഡിംഗ് ആണോ ചെയ്യുന്നത്, കപ്പലാണോ ഡിസൈൻ ചെയ്യുന്നത്, കാറാണോ ഡിസൈൻ ചെയ്യുന്നത്, ഇങ്ങനത്തെ യാതൊരു ഐഡിയ എനിക്കില്ല. ഇത് കണ്ടിട്ട് എക്സിബിഷൻ്റെ സമയത്ത് അവിടുത്തെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ഞാൻ ഇന്ന് ചോദിച്ചു എന്താ സംഭവം. അപ്പോൾ പുള്ളി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്നതാണ് ആർക്കിടെക്ചർ. ബട്ട് വൺസ് ഐ വാസ് ഇൻ ആൻഡ് ഐ വാസ് ഫൈൻഡിങ് മൈ സ്കിൽസ് വെരി യൂസ്ഫുൾ. ടീച്ചേഴ്സൊക്കെ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു. ദെൻ ഐ തോട്ട് ദിസ് ഇസ് ഇറ്റ്. ദെൻ ഐ തിങ്ക് പിന്നെ എനിക്ക് വൺസ് ഐ ഗോട്ട് ഇൻ ടു ഇറ്റ് പിന്നെ അതിനകത്ത് ഭയങ്കര രസമായിട്ട് തോന്നി. ഒരുപാട് കാര്യങ്ങൾ പിന്നെ നന്നായിട്ട് തോന്നി. എന്താണ് ഒരു സാധാരണക്കാരൻ എന്താണ് ലാക്ക് ചെയ്യുന്നത്, വാട്ട് ഹാപ്പൻസ് വെൻ ഹി ഈസ് എക്സ്പോസ്ഡ് ടു എ ഗുഡ് ഡിസൈൻ, ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. പിന്നെ അത് ഇറ്റ് ബിക്കേം എ പാഷൻ. ഒരു സിൻഡ്രല്ല എഫക്റ്റ് ആയിരുന്നു മാജിക്. പേഴ്സണലി ഒരു ആർക്കിടെക്ട് എന്ന നിലയ്ക്കും ഒരു വ്യക്തി എന്ന നിലയ്ക്കും ഹൗ ഡു യു സീ ദ വേർഡ് ഹാപ്പിനെസ്? ഹാപ്പിനെസ് ഇറ്റ് ഷുഡ് നോട്ട് ബി എ റാറ്റ് റേസ്. എനിക്കതാ പറയാനുള്ളത്. നമ്മളൊരു കോമ്പറ്റീഷൻ അല്ല ജീവിതം എന്ന് പറയുന്ന ഒരു, യു ഷുഡ് സ്ട്രൈവ് ഫോർ പീസ്. ഹാപ്പിനെസ് ഈസ് നോട്ട് അച്ചീവ് ത്രൂ മണി. പൈസ മാത്രം ഗെയിൻ ചെയ്തിട്ട് ആൻഡ് റണ്ണിങ് ബിഹൈൻഡ് ദാറ്റ് വിൽ നെവർ മേക്ക് യു ഹാപ്പി. അപ്പം ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിട്ട് വേറൊരാൾക്കൊരു സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഐ എം ഹാപ്പി. ഇഫ് സംബഡി ഈസ് ഹാപ്പി വിത്ത് മൈ വർക്ക്, ഐ എം ഹാപ്പി. സോ അൾട്ടിമേറ്റ്ലി ഐ എം സെൽഫിഷ് ദാറ്റ് ഐ ഷുഡ് ബി ഹാപ്പി, ബട്ട് I think that should be the thing. I mean, you through others' happiness, you are happy. ഈ റാറ്റ് റേസിൻ്റെ പുറകെ പോയിട്ട് കാശുണ്ടാക്കാൻ പോയിട്ട് until you end up in sleepless nights, that's not good. Wish you more happiness this way. മറ്റുള്ളവരുടെ ഹാപ്പിനെസ് കൂടുതൽ എത്തട്ടെ to you and you derive happiness from it. All the best. Thank you so much for coming on to the show. Thank you.